ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം അൽ ഇസ്ലാം എന്നാണ്. രണ്ടാമത്തെ ചോദ്യം അൽ ഈമാൻ എന്നതാണ്. അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദർ അൽ ഖൈർ വ ശർറു കുല്ലു മിനല്ലാഹ്. ഈമാൻ കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം, 6 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, അടിസ്ഥാനപരമായ വിശ്വാസം. ആ വിശ്വാസം ശരിയായെങ്കിൽ ബാക്കിയൊക്കെ ശരിയാവുള്ളൂ. ഒന്നാമത്തത് അല്ലാഹുവിലുള്ള വിശ്വാസം പഠിപ്പിച്ചിട്ട് 6ാമത്തത് പഠിപ്പിച്ചത് എന്താ? ഖദറിലുള്ള വിശ്വാസമാണ്. എന്താ ഖദർ എന്ന് പറഞ്ഞാൽ? അൽ ഖൈറു വശർറു കുല്ലു മിനല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സുഖവും എല്ലാം ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൂടിക്കലർന്നതാണ് നമ്മുടെ ജീവിതം. എന്നും സന്തോഷിക്കുന്നവരില്ല, എന്നും ദുഃഖിക്കുന്നവരുമില്ല, അല്ലേ? എല്ലാവർക്കും ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. അത് സംഭവിക്കണമെന്നത് എന്ത് പ്രയാസാണെങ്കിലും, നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാനുണ്ടോ, ശാരീരികമായി, സാമ്പത്തികമായി, നമ്മുടെ കച്ചവടപരമായി, മറ്റുമെല്ലാം കുടുംബപരമായി എന്തെല്ലാം പ്രതിസന്ധികൾ നമുക്ക് അവതരിപ്പിക്കാനുണ്ടോ, അതെല്ലാം നമ്മുടെ ജീവിതത്തിലും ഭൂമി ലോകത്തും സംഭവിക്കണമെന്ന് അത് സംഭവിക്കുന്നതിന് മുമ്പ് അല്ലാഹ് എഴുതി വെച്ചിട്ടുണ്ട്. അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്ത് സംഭവിച്ചാലും അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതിൽ ക്ഷമിച്ച് തവക്കുലാക്കി പ്രാർത്ഥിച്ച് ഇസ്തിഗ്ഫാർ ചെയ്യാം. ഫഖുൽതു ഇസ്തഗ്ഫിറൂ ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംബാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. നീ ഇസ്തിഗ്ഫാർ ചെയ്യ്. അല്ലാഹ് പറയാ, നീ ഇസ്തിഗ്ഫാർ ചെയ്യ്. നീ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് പൊറുക്കപ്പെടാൻ നീ ഇസ്തിഗ്ഫാർ ചെയ്യ്. മഴയെ നിനക്ക് നൽകാം. നിനക്ക് സമ്പത്താണോ വേണ്ടത്? സമ്പത്ത് തരാം. നിനക്ക് മക്കളെയാണോ വേണ്ടത്? മക്കളെ തരാം. നിനക്ക് ഭക്ഷണമാണോ? നിനക്ക് പിന്നെ നിനക്ക് കൃഷിയിലെ ലാഭങ്ങളാണോ വേണ്ടത്? തരാം. ഇസ്തിഗ്ഫാർ ചെയ്യ്. അസ്തഗ്ഫിറുല്ലാഹ് പറയും. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു ഇതൊക്കെ തരും. ജീവിതത്തിൽ സൗഭാഗ്യങ്ങളെല്ലാം എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കിയിട്ട് ബിസ്മില്ലാ, എപ്പോഴും എപ്പോഴും ബിസ്മില്ലാ. എന്താരംഭിക്കുമ്പോഴും ബിസ്മില്ലാ മറക്കരുത്. എന്താരംഭിക്കുമ്പോഴും ബിസ്മില്ലാ. എന്താ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ? ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാ. ബിസ്മില്ലാ ഉച്ചരിച്ചാൽ ലാ യദുറു മഅ ഇസ്മിഹി, പിന്നെ അല്ലാഹുവിന്റെ പേര് ഉച്ചരിച്ചവന്റെ കൂടെ ഒരു ളുർ അവന് ഉണ്ടാവില്ല, ഒരു ളുർ അവനെ ബാധിക്കുകയില്ല, ഒരു പ്രയാസം ബിസ്മില്ലാ ഉച്ചരിച്ചവന് ഉണ്ടാവുകയില്ല. മനസ്സിൽ ഇങ്ങനെ വരണം. വാട്സാപ്പിൽ മരിച്ചു കഴിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി ടിങ് മെസ്സേജ്. എന്ത് കാര്യം? മനസ്സിൽ നിന്ന് വരണം. അത് നാവുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? നാവുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലില്ലാതെ മെസ്സേജ് അയച്ചിട്ടും കാര്യമില്ല. മനസ്സിലില്ലാതെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ബിസ്മില്ലാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അത് പറയുമ്പോ അത് ഹൃദയത്തിൽ നിന്നാ വരേണ്ടത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ. ആകാശത്ത് വെച്ചോ ഭൂമിയിൽ വെച്ചോ ഒരു ളുറും ബിസ്മില്ലയുടെ കൂടെ നിനക്ക് ഉണ്ടാവൂല. ഹബീബുന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തും അപ്പാക്കി തരണേ റഹ്മാനെ. ഇനിയുള്ള കാലങ്ങൾ നിന്നിൽ പരമേൽപ്പിച്ച് നിന്നിൽ വിശ്വസിച്ച് നിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾക്ക് നീ നേരിന്റെ വഴി കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാം നീ ഹിദായത്തിലാക്കണേ റഹ്മാനെ. മക്കളെ കൊണ്ട് വേദനിക്കുന്ന ഒരവസ്ഥ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കല്ല റഹ്മാനെ. കുടുംബസമേതം ഈ ദുനിയാവിൽ ജീവിക്കുന്നത് പോലെ നാളെ സന്തോഷത്തോടെ നിന്റെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ കടന്നു വരാനുള്ള തൗഫീക്ക് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. ഹിദായത്ത് നൽകണേ അല്ലാഹ്. മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനെ, നിന്റെ വെറുപ്പും വിദ്വേഷവും പകയും ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കല്ലേ റഹ്മാനെ.
നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ തടയപ്പെടുന്ന ഏതെല്ലാം ദുഷിച്ച പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ അതിൽ നിന്നെല്ലാം നീ ഞങ്ങളെ മാറ്റണേ റഹ്മാനെ. കൺകുളിർമയുള്ളവരാക്കണേ റഹ്മാനെ. ആരോടും പകയില്ലാതെ, വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ, എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായി, ആരോടും ബാധ്യതകളില്ലാതെ, കടങ്ങളില്ലാതെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നീ ഞങ്ങൾക്കെല്ലാം തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, ശിഫ കൊടുക്കണേ റഹ്മാനെ. ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. സിഹത്ത് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. എല്ലാവർക്കും അവരുടെ ബർസഖിയായ ലോകം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب صرف قلوبنا على طاعتك. رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحمنا يا أرحم الراحمين. اللهم من أحييته منا فحي للإسلام. اللهم من توفيته منا فتوفه على الإيمان. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اعز الإسلام والمسلمين ودمر أعداءك أعداء الدين. اللهم انصر إخواننا المسلمين في فلسطين. اللهم ارحمهم. اللهم اغفر لهم. اللهم ارحمنا يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.